ഇതൊരു സൺഡേ ഈവനിങ് വ്ലോഗാട്ടോ. അപ്പോൾ ഈവനിങ് ആയിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് പുഴുങ്ങി ആട്ടോ, ഞാൻ രണ്ടായിട്ട് മുറിച്ചൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ച് പുഴുങ്ങി ഏകദേശം സെറ്റായിട്ട് ഇരിക്കണം കേട്ടോ. അത് ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് മൈദയും ആവശ്യത്തിന് അരിപ്പൊടി ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. അരിപ്പൊടിയും പിന്നെ ഒരു ആവശ്യത്തിനുമായിട്ടുള്ള കുറച്ച് മുളക് പൊടി അല്ല സോറി മുളക് പൊടി ഇടണ്ട, മഞ്ഞൾപ്പൊടി കുറച്ച് നമ്മൾ ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഞാൻ ഇവിടെ പഞ്ചസാര കുറവാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം ആവശ്യത്തിന് പഴത്തിന് കുറച്ച് മധുരം ഉണ്ടായിരുന്നു. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തേ. നമ്മുടെ ഷാൻജിയോ ചേട്ടൻ പറഞ്ഞ പോലെ അധികം വെള്ളം കൂടി പോകരുത്, വെള്ളം കുറയാനും പാടില്ല. അപ്പോൾ ആ രീതിയിലാട്ടോ ഞാൻ ഇതിൻ്റെ ഉള്ളൊരു മിക്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം സെറ്റാക്കി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് ചൂടായി വന്ന ശേഷം ഓരോ പഴംപൊരി ഇട്ടിട്ട് നല്ല ചൂടോടുകൂടി പഴംപൊരി സെറ്റായി. ഒപ്പം നല്ല ഏലക്കായ ഇട്ട കട്ടൻ ചായയും ഇവിടെ സെറ്റായി. അപ്പം ഞാൻ ഭയങ്കര ചൂടുണ്ടായിരുന്നുണ്ട്, എന്നാലും സംഭവം അടിപൊളിയായിരുന്നു.